ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. 3 പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ച് പരിശ്രമം നടത്തുമെന്ന് കെ വത്സരാജ് MLA. തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 3 പീടികയെ എന്തുകൊണ്ടോ വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് എന്തുകൊണ്ടോ അത് എത്തിച്ചേരുന്നില്ല. നമ്മുടെ ആവശ്യം വളരെ വലുതായിരിക്കും. ആവശ്യങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ലല്ലോ. നമുക്കതൊരു സമ്പൂർണതയിലെത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. മനുഷ്യനും സമൂഹത്തിനും ഇന്ന് റോഡ് കിട്ടിയാൽ നാളെ ഇതിനേക്കാൾ വലിയ ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ വികസനത്തിന് പരിധികളില്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കോണിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ധാരാളം പോരായ്മകളും കുറവുകളും നമുക്ക് 3 പീടികയ്ക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ MLA-യുടെ പ്രത്യേകമായ ഫണ്ട്, ഇത് മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന നാളിൽ മുഖ്യമന്ത്രി 1000 കോടി രൂപ പ്രാദേശിക റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 3540 റോഡുകൾക്ക് വേണ്ടി 1000 കോടി രൂപ വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലൊരു റോഡാണ് ഇവിടെ 45 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ 3 പീടിക ബീച്ച് റോഡിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചത്. അന്നുണ്ടാക്കിയ പദ്ധതിയാണിത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു 60% വർക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് വർക്കിനകത്ത് ചെറിയ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ടാറ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുള്ള പ്രദേശങ്ങളിൽ ടൈല് വിരിക്കണം എന്നൊരു പ്രപ്പോസൽ വന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാർക്കാണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഇതൊന്ന് കൺവേർട്ട് ചെയ്യണം, ഈ വർക്കിനകത്ത് മാറ്റം വരുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് അതിന് അനുമതി കിട്ടി. അങ്ങനെയാണ് ഈ ടാർ ചെയ്യുന്നിടത്ത് നമ്മുടെ ടൈല് വിരിക്കുന്ന ചില പ്രവൃത്തിയിലേക്ക് കടക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതും അവതരിപ്പിച്ചതുമായ കാര്യം റോഡിൻ്റെ സ്മൂത്തായിട്ടുള്ള സഞ്ചാരത്തിന് അതൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. 3 പീടിക ബീച്ച് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 2024-25 സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 45 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതും ഇതുപ്രകാരം പകുതിയോളം പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നും MLA പറഞ്ഞു. എന്നാൽ ടെൻഡർ ചെയ്ത് റോഡ് പണി ആരംഭിച്ചതിന് ശേഷം വെള്ളക്കെട്ടുള്ള ഭാഗം ടൈൽ വിരിക്കണമെന്ന ആവശ്യം ഉയരുകയും ഇത് അംഗീകരിച്ച് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. ഇതോടെ 2 കിലോമീറ്റർ ടാർ ചെയ്യേണ്ട റോഡ് 1 കിലോമീറ്ററായി ചുരുങ്ങി. ബാക്കി 1 കിലോമീറ്റർ ഭാഗം ടാർ ചെയ്യുന്നതിന് പഞ്ചായത്തോ MLA-ക്കോ ഫണ്ട് വയ്ക്കാവുന്നതാണ്. 3 പീടിക ടൗണിനോട് വികസന കാര്യത്തിൽ അവഗണനയുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും 3 പീടിക മാർക്കറ്റ് കെട്ടിടത്തിന് 4 കോടിയും ടൗൺ വികസനത്തിന് 1 കോടി രൂപയും വിനിയോഗിച്ചുള്ള പ്രവർത്തനം മുൻ MLA E.T. ടൈസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതുമാണെന്നും കെ വത്സരാജ് MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പറഞ്ഞു. ബീച്ച് റോഡിന്റെ ഒരവസ്ഥ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ MLA-യുടെ ഫണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 45 ലക്ഷം രൂപയാണ് ഇത് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. അത് 3 പാലം അതിൻ്റെ കോൺക്രീറ്റ് ചെയ്തു. അതിനുശേഷം 3 ഭാഗങ്ങളിലായിട്ട് കട്ട വിരിച്ചിട്ടുണ്ട്. അതിൽ 13.5 ലക്ഷം രൂപ വരെ അതിൻ്റെ പാർട്ട് ബില്ലാക്കിയിട്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അത് നിയമസഭയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ബാക്കി ഏകദേശം നമുക്കൊരു കിലോമീറ്ററാണ് നമുക്ക് ടാർ ചെയ്യാനായിട്ട് ബാലൻസ് നിൽക്കുന്നു. അപ്പം അത് നമ്മൾ അറിയാം, ഇത് CMLRPയുടെ ഫണ്ടാണ്. MLA-ക്ക് അറിയാം. പ്രത്യേകിച്ച് സാധാരണ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മതിലകം ബ്ലോക്ക് AE ആണ് ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. ഇത്
CMLRPD ആയ കാരണം പഞ്ചായത്ത് ഏരിയയ്ക്കാണ് അതിൻ്റെ ചാർജ് കൊടുത്തത്. തീരദേശ വികസന സമിതി പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, NK അബ്ദുൽ നാസർ, CJ പോൾസൺ, KS നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KK വത്സരാജ് MLAയെ TVS ചീഫ് കോർഡിനേറ്റർ ഇല്യാസ് ചെറുവട്ടം പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മികവ് നേടിയ റയീസ്, കൃഷ്ണപ്രിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വളരെ ഗൗരവമായ ഇടപെടൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഈ 3 മാർക്കറ്റിൽ മാത്രം ഏകദേശം 5 ലക്ഷം രൂപ ഈ മാർക്കറ്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. അതിന് പിന്നിലും ഇവിടെ 10 വർഷം MLA ഇടുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ടൈസൺ മാഷ പങ്കുണ്ട്. പക്ഷേ 5 കോടി ക്ഷമിക്കണം, 5 കോടി. 1 കോടി ആ ജംഗ്ഷന്റെ വികസനം മാത്രമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു കേന്ദ്രമുള്ളത് അല്ലെ. കിലോമീറ്റർ നീളത്തിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന പ്രശ്നം അത് പരിഹരിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് 1 കോടി രൂപ. 4 കോടി രൂപ അവിടുത്തെ മാർക്കറ്റിന്റെ വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് 45 ലക്ഷം രൂപ റോഡിന് വരും. ചെറിയ പണം. ഒരു പ്രദേശത്തിന്റെ വികസനത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ സാധ്യതയുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്, MLA ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. അവിടെ നിന്നിട്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് കാണാൻ. ഇവിടെ യഥാർത്ഥത്തിൽ സ്വാഗതം പറഞ്ഞത് വിവരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഈ പൂർണ്ണമായിട്ടും 3 പീടിക അവഗണിക്കപ്പെട്ടു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക.